മക്കളെ പിടിച്ചു കിട്ടാനുള്ള തന്ത്രങ്ങൾ നമ്മൾ മെനയണം. അയച്ചുകൾ മുടി ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ അപ്പാടെ മുടി ആക്കാനല്ല പറയേണ്ടത്, എന്തുകൊണ്ടാക്കരുത് എന്ന് അയറ്റേക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കണം. എൻ്റെ 3ാം ക്ലാസ്സിലെ ചെക്കൻ എന്നോട് പറഞ്ഞല്ലോ, അച്ഛാ മുടി ഇങ്ങനെ ആക്കണോ? ഞാൻ പറഞ്ഞു നല്ലത് എന്നത്, പക്ഷെ അച്ഛന് ശമ്പളം അത്രയേ ഉള്ളൂ. പീടിയെ പോയപ്പോൾ മുടി ഇങ്ങനെ ആക്കേണ്ട ജെല്ലിന് 3000 ഉറുപ്പ്യ. ഞാൻ പറഞ്ഞു ഇമ്മക്ക് എന്നെ തിന്നും പൈസയില്ല, പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നു. അതിന് ഇനിയൊരു കാര്യം ചെയ്യും, 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പണിക്ക് പോകണം. എന്നിട്ട് പണിക്ക് പോയാൽ കൂലി കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ മുടി ഇങ്ങനെയോ 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 ആയിക്കോ. ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വീടെല്ലാം നന്നാക്കിയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടത്തേക്ക് കൊണ്ടുവരണം. ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വേണം ബൈക്ക് വാങ്ങാൻ, അല്ലാണ്ട് അച്ഛൻ്റെ പൈസ കൊണ്ടല്ല ഇനി ബൈക്ക് വാങ്ങേണ്ടത്. ഇത് ഞാൻ എൻ്റെ 3ാം ക്ലാസ്സുകാരനോട് പറഞ്ഞ് ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം ചോദിക്കുന്ന വർത്താനം എന്നറിയോ, പാണ്ടായച്ച പണിക്ക് പോകാനായ അച്ഛ. കാരണം അവന് പണിക്ക് പോകാൻ ഇങ്ങനെ മുട്ടുക, അവന് 18 ആവാൻ വേണ്ടി മുട്ടുന്നൊരു ചെക്കനുണ്ട് എനിക്ക്. അത് തന്നെയല്ലേ നമ്മൾ വേണ്ടത്. കുട്ടിക്ക് പണിക്ക് പോകണമെന്നും കുട്ടി പഠിക്കണമെന്നും കുട്ടിക്ക് ജോലി വാങ്ങണമെന്നും നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്താ. നിങ്ങളാകെ പറഞ്ഞത് എന്തെന്ന്, നിങ്ങൾ ഏടിയ മക്കളെയും കൂട്ടി പോയത് കുയ്മന്തി തിന്നതിനും കല്യാണത്തിനും അല്ലാണ്ട് വേറെ ഏടിയ ഞങ്ങൾ ഈറ്റുകളെ കൂട്ടി പോയത്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം കുട്ടികളെ നിയന്ത്രിക്കാൻ പ്രാപ്തിയില്ലാത്ത, 18 വയസ്സ് വരെ ശാസിക്കാൻ പ്രാപ്തിയില്ലാത്ത, ഉപദേശിക്കാൻ ത്രാണിയില്ലാത്ത രക്ഷകർത്താക്കളാണ് പ്രശ്നം. ഇവിടെ കള്ളും മൊബൈൽ ഫോണും അല്ല വിഷയം.